ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സീതാന്റിയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത് ഭഗവാനാ. ഇത് ഞാൻ പറഞ്ഞതല്ല ചന്ദ്രാമേ, ഈ നിൽക്കുന്ന ആള് തന്നെയാ പറഞ്ഞത്. ഭഗവാനായാലും ഇന്ദ്രനായാലും ഇയാൾക്ക് എന്താ? താൻ ഒരു സഹായത്തിനും വന്നില്ലല്ലോ, പിന്നെ കൂടുതൽ സംസാരിക്കാൻ വരണ്ട. ഇപ്പൊ ശരിക്കും മനസ്സിലായി തന്നെ ഒന്നിനും കൊള്ളില്ലെന്ന്. മോളെ മോളെ അങ്ങനെയല്ല, സ്റ്റേഷനിലേക്ക് വരാൻ മഹി ഇറങ്ങിയതാ. അപ്പോഴാ രമാ മേഡം. ഞാനും കൂടി സ്റ്റേഷൻ വരെ പോയിട്ട് വരാ. ശരി. മഹി, നീ എവിടേക്കാ? ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോകാന്ന് എഴുതി. ഇവിടെ നിന്ന് ആരും ഈ പേരും പറഞ്ഞ് സ്റ്റേഷനിലേക്ക് പോകുന്നില്ല. അതാ ഉണ്ടായത്. മോള് മഹിയെ തെറ്റിദ്ധരിച്ചതാ. നേരത്തെ ഞാനിത് പറയണമെന്ന് കരുതിയതാ, പക്ഷെ അത് പറ്റിയില്ല. ഞാനന്ന് തന്നോട് പറഞ്ഞില്ലേ എന്ത് പ്രശ്നത്തിലും കൂടെ കാണുമെന്ന്. അത് വെറുതെ നേരം പോക്കിന് പറഞ്ഞതല്ല, ഞാൻ ശരിക്കും മനസ്സിൽ തട്ടി തന്നെയാ പറഞ്ഞത്. എനിക്കറിയാം തന്റെ മനസ്സിൽ ഇപ്പോഴും പശ്ചാത്താപാണെന്ന്. അത് സാരമില്ലടോ, താൻ അറിയാതെ ഓരോന്ന് പറഞ്ഞതല്ലേ, ഞാനത് അപ്പോഴേ വിട്ടു. താൻ അതൊന്നും മനസ്സിൽ വെക്കണ്ട, സോറിയും പറയണ്ട. അയ്യടാ, ആര് സോറി പറയാൻ? ആർക്ക് പശ്ചാത്താപം? എനിക്കോ? എന്തിന്? തന്നോടെ കൂടുതൽ പറയാത്തതിന്റെ വിഷമം മാത്രമേ എനിക്കുള്ളൂ. ഇവിടുത്തെ ആ പെരട്ട തള്ളയുടെ വാക്കും കേട്ടോണ്ട് പേടിച്ചിവിടെ ഇരുന്നിട്ട് ഇപ്പൊ സെന്റി അടിച്ച് മെഴുകുന്നോ? അവര് പറഞ്ഞിട്ടും താൻ അവരെ എതിർത്ത് വന്നിരുന്നെങ്കിൽ ഞാൻ തന്നെ അംഗീകരിച്ചേനെ. താൻ ഇവിടുത്തെ ഒരു ഡ്രൈവറാ, അതിലുപരി ഒരു മനുഷ്യനാ. തനിക്ക് തന്റേതായ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും ഒക്കെ കാണും. അത് രമാദേവി എന്ന തന്റെ പോറ്റമ്മയുടെ കീഴില് അടിയറവ് വെക്കേണ്ട കാര്യമില്ല. പേടിച്ച് മൂലേ കയറി ഇരുന്നിട്ട് ഇപ്പൊ ഞാൻ സോറി പറയണം പോലും. താൻ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ തന്നെ ഞാനൊരു താങ്ക്സ് പോലും പറയില്ലായിരുന്നു. അപ്പോഴല്ലേ സോറി. അതെ, ഈ നന്ദിയും കടപ്പാടും സോറിയും ഒക്കെ മനുഷ്യർക്കുള്ളതാ. തന്നെ ആ ഗണത്തിലൊന്നും കൂട്ടാൻ പറ്റത്തില്ലല്ലോ. സത്യം പറ, താൻ ഏലിയനല്ലേ? എന്തായാലും മനുഷ്യഗണത്തിലുള്ളതല്ല. തനിക്ക് എന്താ? ഇനി കൂടുതൽ വല്ലതും പറഞ്ഞോ ഞാൻ തന്നെ തല്ലും. അപ്പൊ തനിക്ക് മനസ്സിലാവും ഞാൻ മനുഷ്യനാണോ ഏലിയനാണോന്ന്. ഇതുവരെ തീർന്നില്ലേ നിങ്ങളുടെ പ്രശ്നം? ചന്ദ്രമേ, ഞാൻ പോവാണേ. ചന്ദ്രമ്മ അങ്ങ് വന്നാ മതി. ഇയാളുടെ ചൊറിഞ്ഞ വർത്തമാനം കേട്ടോണ്ട് നിന്നാ ശരിയാവില്ല. അതാ